23-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടെ തന്നെ കിടത്തുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടെ തന്നെ കിടത്തുന്നു. 23-ാം സങ്കീർത്തനം നമുക്ക് വളരെ പരിചിതമായ മനപാഠമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന് പല വിധത്തിലുള്ള വിളിപ്പേരുകളുണ്ട്. സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം, അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളുടെ റാണി എന്നൊക്കെയാണ് ഈ സങ്കീർത്തനത്തിനെ നാം വിളിക്കുക. ദാവീദിൻ്റെ കയ്യൊപ്പും മുദ്രയും ജീവിതവും ഇടയപരിപാലനവുമൊക്കെ വളരെ ആഴമായി പതിഞ്ഞു കിടക്കുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഹഡ്സൺ ടൈലർ ഈ സങ്കീർത്തനത്തിന് സുന്ദരമായ ഒരു ഭാഷയം, ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അവസാനം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ എൻ്റെ ഇടയനാകുന്നു, ഞായറാഴ്ച മാത്രമല്ല ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള എല്ലാ മാസങ്ങളിലും, ഇംഗ്ലണ്ടിലും സ്വദേശത്തും മാത്രമല്ല വിദേശത്തും, സമാധാനകാലത്തും യുദ്ധകാലത്തും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും യഹോവ എൻ്റെ ഇടയനാകുന്നു. ഈ സങ്കീർത്തനത്തിലെ ഒരു കൊച്ചു വാക്ക് പച്ചയായ പുൽപ്പുറം. ഈ പച്ച എന്നൊരു വാക്കാണ് ഇന്ന് നിങ്ങളുമായി വളരെ ചുരുക്കമായി പങ്കിടുന്നത്. പച്ച. ട്രാഫിക് ലൈറ്റുള്ള ഒരു ജംഗ്ഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ പച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നത്. പച്ച വെളിച്ചം കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. പച്ച വെളിച്ചം, പച്ച മുന്നോട്ട് പോകാൻ, മുന്നോട്ട് ചലിക്കാൻ, അതാണ് ഈ പച്ചയുടെ പ്രത്യേകത. നമ്മുടെ മനസ്സിന് നൽകുന്നൊരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. ഈ പച്ചയായ പുൽപ്പുറം എന്നൊരു അനുഗ്രഹീത വാക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ വാക്കാണ്. ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പിൻ്റെ അനുഭവമാണ് പച്ചയായ പുൽപ്പുറം. അത്രയും സ്വസ്ഥതയോടും സമാധാനത്തോടും ഞാൻ നിങ്ങളെ നടത്തും എന്ന് ദാവീദ് ഉറച്ച് വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിൻ്റെ വാക്കാണ് പച്ചയായ പുൽപ്പുറം. എന്താണ് ഈ പച്ച? 3 സൂചനകൾ വളരെ ചുരുക്കമായി പങ്കിടട്ടെ. 1, ഈ പച്ചപ്പുണ്ടാവുക എന്നതിൻ്റെ പിന്നിൽ ഒരു നീരിൻ്റെ അനുഭവമുണ്ട്, നീരോട്ടമുണ്ട്. ഭൂമിക്ക് നീരോട്ടം ഉണ്ടായപ്പോഴാണ് സസ്യങ്ങൾക്ക് ചലനമുണ്ടായത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സസ്യങ്ങൾ മുളയ്ക്കാതിരുന്നൊരു അനുഭവമുണ്ട്. അതെന്തുകൊണ്ടാണ് സസ്യങ്ങൾ മുളയ്ക്കാതിരുന്നത്? നീരോട്ടം ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലത്തിന് നനവുണ്ടായി. ആ നനവാണ് പച്ചപ്പിന് കാരണമായി മാറിയത്, പച്ചയായ പുൽപ്പുറങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, 4 ശാഖയായി പിരിഞ്ഞ് ഒഴുകുന്നൊരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നനവുള്ള ചില ഇടപെടലുകളാണ് നമ്മെ പച്ചപ്പുള്ളവരാക്കി മാറ്റുന്നത്. ദൈവം മഞ്ഞിലൂടെയും നദിയിലൂടെയും നീരോട്ടമുണ്ടാക്കിയപ്പോഴാണ് മരുഭൂമിയായിരുന്ന, പച്ചപ്പില്ലാതിരുന്ന ഇടങ്ങളെ പച്ചപ്പിന് കാരണമായി മാറിയത്. ദൈവമാണ് നനവിൻ്റെ, നീരോട്ടത്തിൻ്റെ അനുഭവം നൽകി നമ്മുടെ ജീവിതത്തിൽ പച്ചപ്പ് നൽകുന്നത്. 1-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം തക്കകാലത്ത് ഫലം കായ്ക്കുകയും വാടാത്ത ഇലയുടെ അനുഭവവും നിരന്തരമായ പ്രവർത്തനവുമാണ് കാഴ്ചവെക്കുന്നത്. നമ്മളൊക്കെ വാസ്തവത്തിൽ ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ്. എന്താണ് ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ പ്രത്യേകത? വെള്ളം അനുകൂലമായിട്ടുണ്ട്, വളരാൻ അനുകൂലമായ കാലാവസ്ഥയുണ്ട്, ആത്മീകമായി ആഴപ്പെടാൻ എല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആലയമായാലും ആരാധനകളായാലും നമ്മളൊക്കെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ്. കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണ്. അപ്പോൾ നീര് നൽകി ദൈവം നമ്മെ പച്ചപ്പോടെ നിലനിർത്തിയിരിക്കുമ്പോൾ വാടാത്ത ഇലയുടെ തക്കകാലത്ത് ഫലം നൽകുന്ന അനുഭവമുള്ളവരായി ജീവിക്കുക എന്നതാണ് 1-ാമത്തെ സൂചന. റഫീഖ് അഹമ്മദ്, അനുഗ്രഹീതനായ പാട്ടെഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിങ്ങനെ ഉണ്ട്: മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. മഴ കൊണ്ട് മാത്രം, നനവ് കൊണ്ട് മാത്രം മുളയ്ക്കുകയും തളിർക്കുകയും വളരുകയും ചെയ്യുന്ന വിത്തുകൾ മണ്ണിൻ്റെ മനസ്സിലുണ്ട്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വാക്യം, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകും. നമ്മളൊരു ശരിയായ വിശ്വാസിയാണെങ്കിൽ, നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവജലത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ആ അനുഭവമാണ് പച്ചപ്പിലേക്ക്, സമൃദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നത്. ചെയ്യാവുന്ന ഒരു കാര്യം ഈ നീർത്തോട് തേടുന്ന മാനിനെ പോലെ ജീവിക്കുക എന്നതാണ്. ദൈവമേ, ജീവജലമായി, നീരോട്ടമായി,
സദാ എൻ്റെ ജീവിതത്തിൽ വാഴണമേ. അങ്ങനെ ഞങ്ങളും ഈ പച്ചപ്പിൻ്റെ സമൃദ്ധി അനുഭവിച്ചറിയട്ടെ. 2, പച്ച ഒരു നിറമാണ്. നിറത്തിൻ്റെ ഒരു സൂചനയാണ് പച്ച നൽകുന്നത്. സ്കൂളിൽ പഠിച്ചത് ഓർമ്മയുണ്ട്. ഈ പ്രകൃതിയുടെ പച്ചപ്പിൻ്റെ പിന്നിൽ ഹരിതകം എന്ന വർണ്ണകമാണ്. ഈ വർണ്ണങ്ങളില്ലാത്തൊരു കാലവും ലോകവും എത്ര വിരസമായിരിക്കും, എത്ര ബോറൻ അനുഭവമായിരിക്കും വർണ്ണങ്ങളില്ലാത്തൊരു കാലം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഒറ്റ വർണ്ണത്തിലോ അല്ല വർണ്ണമില്ലായ്മയിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ വിരസമാണ് ആ കാഴ്ച. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 31-ാമത്തെ വാക്യം, ക്രിസ്തുവിനെ തന്നെ പരാമർശിച്ചിരിക്കുന്നത് പച്ചമരം എന്നാണ്. പച്ചമരം തണലായും അന്നമായും ഔഷധമായും ഒക്കെ ആ പച്ചപ്പ് ഇന്നും നിരന്തരം നമ്മെ സമൃദ്ധമാക്കുന്നുണ്ട്. അപ്പോൾ പച്ചയുടെ 2ാം സൂചന നിറമുള്ളവരായി, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിറമേകുന്നവരായി ജീവിക്കാൻ കഴിയുമോ എന്ന വെല്ലുവിളിയാണ്. പാലക്കാട് കേരളശ്ശേരിയിൽ ഒരു ബാലേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ജോലി ഈ മരത്തൈകളും കമ്പിപ്പാരയും ബൈക്കിൽ വെച്ച് കെട്ടി മരം നടാൻ എല്ലാ ദിവസവും തീർത്ഥയാത്ര ചെയ്യും. നാട്ടുകാർ അദ്ദേഹത്തെ വിളിക്കുന്നത് ഭ്രാന്തൻ ബാലൻ എന്നാണ്. 20 വർഷം കൊണ്ട് ഏതാണ്ട് 10 ലക്ഷം മരങ്ങളും അയ്യർ മലയുടെ അടിവാരത്ത് ഒരു കാടും ഒരുക്കി നാടിന് നിറമേകുന്നവൻ. നാട്ടുകാർക്കൊരു ഭ്രാന്തനാണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആരൊക്കെയോ ജീവിതം നിറമണിയുന്നുണ്ട്, ആരൊക്കെയോ പച്ചപ്പിൻ്റെ സാധ്യത അണിയുന്നുണ്ട്. നിറം കെടുക എന്ന വാക്കിൻ്റെ അർത്ഥം ശോഭ മങ്ങുക, ഗുണമേന്മ നഷ്ടപ്പെടുക എന്നൊക്കെയാണ്. കാൽവരിയിൽ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നിണം ഒഴുക്കിയത് നമ്മുടെ ജീവിതങ്ങൾ നിറമേകാനാണ്. നിറത്തിൻ്റെ ഘോഷം ഉയർത്തുന്നവൻ്റെ പേരാണ് ക്രിസ്തു. പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ ദർശിച്ച വെളിപാടിൽ ഒരുപാട് നിറങ്ങൾ കണ്ടത് ഈ നിറത്തിൻ്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്. സാധു കൊച്ചുകുഞ്ഞുപദേശി പാടാറുണ്ട്, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. നിറമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ 2ാം സാധ്യത. പച്ചയായ പുൽപ്പുറങ്ങൾ ഒരു നിറമുള്ള ജീവിതം നമ്മിൽ നിന്ന് കാംക്ഷിക്കുന്നു. 3, ഈ പച്ചപ്പ് ഒരു നിറവിൻ്റെ അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുക. നിറ എന്ന് പറഞ്ഞാൽ നിറവ്, നിറഞ്ഞ, പൂർണ്ണമായ, തികഞ്ഞ, ഐശ്വര്യം എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ വേരോടെ പിഴുതെറിഞ്ഞാലും മണ്ണ് കൊണ്ട് മൂടിയാലും മിനുസമുള്ള കല്ല് പാകിയാലും സാധ്യമായ ഇടങ്ങളിലെല്ലാം ഈ പച്ചപ്പുല്ല് മുളയ്ക്കുകയും വളരുകയും പടരുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര മൂടാൻ ശ്രമിച്ചാലും ഈ പച്ചപ്പ് പിന്നെയും ഉയർന്നു വരും. ദൈവരാജ്യത്തെ വയലിലെ കടുകുമണിയോട് ക്രിസ്തു ഉപമിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 32-ാമത്തെ വാക്യം. എന്താണ് ആ ഉപമയുടെ അർത്ഥം? കടുകുമണി എല്ലാ വിത്തിലും ചെറുതെങ്കിലും വളർന്ന് ആകാശത്തിലെ പറവകൾ വന്ന് ചേക്കേറുവാൻ പാകത്തിലൊരു വലിയ വൃക്ഷമായി, വിശാലമായ ഒരു വൃക്ഷമായി തീരുകയാണ്. ചെറുതെങ്കിലും സസ്യങ്ങളിൽ വലുതായി ഒരു നിറവിൻ്റെ അനുഭവം സമ്മാനിക്കുകയാണ്. അതാണ് ക്രിസ്തു നൽകിയ ദൈവരാജ്യത്തിൻ്റെ ഉപമ. പോഷണമൂല്യം വളരെയുള്ള പച്ചപ്പുല്ല് മൃഗങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാണ്. പ്രത്യേകിച്ച് ഈ മഞ്ഞുതുള്ളികൾ വീണ് നിൽക്കുന്ന പുല്ല് സമൃദ്ധിയാണ്, നിറവിനെയാണ് പോഷിക്കുക. യെഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായം 14-ാമത്തെ വാക്യം, പുഷ്ടിയുള്ളത് എന്നാണ് എഴുതിയിരിക്കുന്നത്. മേച്ചിൽപ്പുറം പുഷ്ടിയുള്ളത്. 3 കാര്യങ്ങളാണ് പച്ചയായ പുൽപ്പുറം, പച്ച എന്ന വാക്ക് നമുക്ക് നൽകുന്നത്. 1, നീരുകൊണ്ട് നനച്ച് നിരന്തരം ദൈവം നമ്മെ പച്ചപ്പിൽ നിലനിർത്തുന്നുണ്ട്. 2, നിറം കൊണ്ട് നിറമേകിയ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ ദൈവം നൽകുന്ന വാഗ്ദത്തമാണ് പച്ചയായ പുൽപ്പുറം. 3, ഒരു നിറവിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ, സമൃദ്ധിയുടെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഇതാണ് 2025-ാം ആണ്ടിൻ്റെ ആദ്യ ദിവസം എന്ന നിലയിൽ നിങ്ങൾക്ക് നൽകാനുള്ള ആശംസയും വചനത്തിൻ്റെ സന്ദേശവും. പച്ചയായ പുൽപ്പുറം എന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദാനം സ്വീകരിക്കാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ മനോരമ പത്രത്തിൽ കൊടുത്തിരിക്കുന്നൊരു വാർത്ത ഇങ്ങനെയാണ്: ഇനി വരുന്ന കാലം നമ്മുടെ വസ്ത്രങ്ങൾക്ക് നിറം മാറാൻ സാധ്യതയുണ്ട്. നമ്മളൊരു വസ്ത്രമായി വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരും, പക്ഷേ ഇവിടെ വന്ന് വേണമെങ്കിൽ നമുക്ക് നിറം മാറാം. അങ്ങനെയുള്ള വസ്ത്രങ്ങളും അങ്ങനെയുള്ള പുതിയ ടെക്നോളജിയും പുതിയ സാധ്യതകളുമൊക്കെ ഉണ്ടായി വരികയാണ്. ഇനിയുള്ള കാലം അതാണ്, നിറം മാറും. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതാണ് അതിൻ്റെ ഭംഗി. നെല്ലിക്ക എന്ന കവിത മുരുകൻ കാട്ടാക്കട എഴുതുമ്പോൾ അതിൻ്റെ ചില സൂചനകളും കൂടി നൽകിയിട്ടുണ്ട്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി,
പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. യേശു പറഞ്ഞ ഒരു വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്ര അധികം. ആമേൻ.